എല്ലാവർക്കും സുബസാറാണ്. മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻട്രൻസ് ക്ലാസ് എന്ന് കേൾക്കുമ്പോൾ പല കുട്ടികളും ഇത് വേണ്ട, എൻട്രൻസ് ആണല്ലേ, വേണ്ട. നിങ്ങൾ എൻട്രൻസിനെ ഇങ്ങനെ മാറ്റി വെച്ചതുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നത് ഈസി ആകുമെന്ന് വിചാരിക്കേണ്ട. നമ്മൾ ഈ +2 ക്ലാസ്സുകൾ പിന്നെയും കൂടുതൽ കാണും, പക്ഷേ എൻട്രൻസ് ക്ലാസ്സുകളൊക്കെ കുട്ടികളെല്ലാം ഇങ്ങനെ മാറി നിൽക്കും. നമ്മളെന്തായാലും നല്ലൊരു ജോലിക്ക് വേണ്ടിയായി ഈ പഠിത്തമെല്ലാം. അപ്പോൾ ഈ നല്ല ജോലി കിട്ടാനുള്ള സാധ്യതകൾ നോക്കുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, നല്ല കോഴ്സുകളാണ്. ഈ നല്ല കോഴ്സുകൾ എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ എൻട്രൻസ് എന്നുള്ള വാതിൽ തുറന്ന് കയറിയെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ എൻട്രൻസിൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. അതെന്തായാലും കറക്റ്റായിട്ടുള്ള കാര്യമാണ്, സംശയമില്ലാത്ത കാര്യമാണ്. ഈസിയായിട്ട് നമുക്കൊരു എൻട്രൻസിനെ നേടിയെടുത്ത് നല്ല കോഴ്സ് കിട്ടത്തില്ല. അതിൻ്റെ പിന്നിൽ നല്ലൊരു വർക്കുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈസിയായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്നുള്ളത് മാറ്റി നിർത്തിക്കൊണ്ട് ശരിയായിട്ടുള്ള കാര്യങ്ങൾ ബുദ്ധിമുട്ടാണെങ്കിലും ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ എല്ലാം ഈസി ആയിട്ടുള്ളത് ചെയ്യുക, മറ്റുള്ളതിനെ മാറ്റി വെക്കുക, അങ്ങനെ കൊണ്ടൊന്നും നമുക്ക് നല്ലൊരു ജോലിയിൽ എത്തിപ്പെടാൻ പറ്റില്ല. ഓക്കെ. പിന്നെ എന്തായാലും മാക്സിമം നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നുണ്ട്, നിങ്ങൾ മാക്സിമം കാണുക. പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് സൂപ്പറായിട്ട് ഏറ്റവും നല്ല ക്ലാസ്സുകൾ തന്ന എല്ലാ ഇൻസ്ട്രക്ഷൻസും തന്ന് പിന്നെ നിങ്ങൾക്കൊരു മാത്സിന് സെപ്പറേറ്റ് മെറ്റീരിയലും തന്നുള്ള ക്ലാസ്സാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846708547 കോൾ ചെയ്തോ വാട്സപ്പിൽ മെസ്സേജ് ജോയിൻ ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് ദ വെക്ടർ 60i + 3j 40i - 8j beta I - 52j ആർ കൊളീനിയർ ഇഫ് ബീറ്റ ഈസ് ഈക്വൽ ടു, ഇവിടുത്തെ വേരിയബിൾ ആരാ? ബീറ്റ എന്ന് പറഞ്ഞാൽ ഈ 3 വെക്ടേഴ്സുകൾ കൊളീനിയർ ആകണമെന്നുണ്ടെങ്കിൽ ബീറ്റയുടെ വാല്യൂ ഇതിനുള്ളിൽ ആരായിരിക്കണം. അപ്പോൾ നമ്മൾ ഈ കൊളീനിയറൊക്കെ നമ്മൾ ഒത്തിരി കേട്ട് മറന്ന കാര്യങ്ങളാണ് അല്ലേ. പക്ഷേ എന്നാലും നമുക്കൊരു എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് കിട്ടുമ്പോഴത്തേക്ക് എങ്ങനെ ചെയ്യണമെന്നോ അല്ലെങ്കിൽ മറന്നൊക്കെ അങ്ങ് പോകാറുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന മെത്തേഡാണ്, എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാനുള്ള മെത്തേഡ് നോക്കണം. ഇത് എ, ഇത് ബി, ഇത് സി. ഓക്കെ, AB/AC ഇതാ ഞാനിപ്പോൾ ചെയ്യുന്ന കൺസെപ്റ്റ്. ഇതാണ് AB ആൻഡ് AC, വെക്ടർ AB വെക്ടർ AC. അതിൻ്റെ റേഷ്യോസുകൾ നോക്കിക്കോണേ. ആ മെത്തേഡ് 40 - 60 ന്യൂമറേറ്റർ എഴുതുക. ഓക്കെ, -8 - 3 ഡിനോമിനേറ്റർ എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഐയുടേത് ജെയുടേത്, അതാണ് റേഷ്യോ എടുത്തേക്കുന്നത് അല്ലേ. നെക്സ്റ്റ് അതേപോലെ തന്നെ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് എയും സിയും ചേർത്താണ്. നോക്കിയാണ് എയും സിയും. അപ്പോൾ നമുക്ക് വരുന്നത് ബീറ്റ -60 ഓൺ ന്യൂമറേറ്റർ ആണല്ലോ, ഐയുടേത് തമ്മിൽ മൈനസ് ചെയ്തു. -52 - 3 ഓൺ ഡിനോമിനേറ്റർ. ഇത്രയും ചെയ്താൽ മതി. ഓക്കെ, ഇനി അങ്ങോട്ട് സിംപ്ലിഫൈ ചെയ്താൽ ബീറ്റ കിട്ടിക്കോളും. 40 - 60 is -20 / -11 is equal to beta -60 / -55. ഈ 2 മൈനസ് തമ്മിൽ പ്ലസ് ആയി. ഈ 11 കൊണ്ട് ഇതിനെ കട്ട് ചെയ്യുമ്പോൾ 5 ഉണ്ട്. ഇവിടെ മൈനസ് പോയി കേട്ടോ. പിന്നെ ഇവിടെ 20 ഉള്ളൂ, ഇവിടെ ഒരു -5 ഉണ്ട്. -5 × 20 is -100 is equal to beta -60. -60 ഇപ്പുറത്ത് വരുമ്പോൾ -100 + 60 is equal to beta or -40 is equal to beta. That's all. Okay. ഞാൻ ഈ സിംപ്ലിഫിക്കേഷൻ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം. നമ്മൾ സാധാരണ അവർ ഇങ്ങനെ പതുക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും നമുക്ക്, പക്ഷേ അടുത്തൊരു ക്വസ്റ്റ്യൻ ഉടൻ തന്നെ നഷ്ടപ്പെട്ടിരിക്കും. ഓക്കെ, വളരെ ഫാസ്റ്റ് ആയിരിക്കണം സിംപ്ലിഫിക്കേഷൻ. നമ്മുടെ ആൻസർ അപ്പോൾ എത്രയാണ്? -40. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ. നെക്സ്റ്റ്, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം അടിപൊളി ചോദ്യമാണ്, പഠിച്ചോണം. നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ബുദ്ധിമുട്ട് തോന്നും, പക്ഷേ ചെയ്ത് കഴിയുമ്പോൾ എല്ലാവർക്കും ഉറപ്പായിട്ടും ഈസി ആയിരിക്കും. ഓക്കെ, if a + b + c = 0 and modulus a = modulus b = modulus c = 1, that means all are unit vectors. Find angle between a and b. നമ്മൾ അതൊക്കെ കേട്ടുള്ളൂ അല്ലേ. എയും ബി നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കാം. പക്ഷേ സി എന്നൊക്കെ പറയുന്ന വെക്ടർ അതിനുള്ളിൽ ഇല്ലായിരുന്നു, ഒന്നുമില്ല. ഇതൊരു എൻട്രൻസ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഇങ്ങനെ ചുമ്മാ അതൊന്നും മാറ്റിയൊക്കെ തരും, ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ a + b + c = 0 ഈ 2 കണ്ടീഷൻ വെച്ചുകൊണ്ട് വേണം എയും ബിയും നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കാൻ. അപ്പോൾ നമ്മൾ തന്ന കാര്യം എഴുതാണ്. a + b + c ഈ സീക്രട്ട് എത്രയാണ്? 0. അവിടുന്ന് വെക്ടർ a + വെക്ടർ b = വെക്ടർ c എന്ന് എഴുതണം. ഓക്കെ, കാരണം എയും ബിയും തമ്മിലുള്ള ആംഗിൾ ആയതുകൊണ്ടാണ് എയും ബിയും ലെഫ്റ്റ് സൈഡിൽ ഇട്ടത്. ഓക്കെ, ഇവിടെ അപ്പുറം ഇപ്പുറം എല്ലാം നമ്മളങ്ങോട്ട് സ്ക്വയർ ചെയ്യാണ് കേട്ടോ. ഓക്കെ, ദാറ്റ് ഈസ് വെക്ടർ a + വെക്ടർ b ² ഈസ് ഈക്വൽ ടു -വെക്ടർ c ² a + b ² ഈസ് a² + 2ab + b² എന്നറിയാം. പക്ഷെ ഇവിടെ വെക്ടർ ഉള്ളതുകൊണ്ടുള്ള വ്യത്യാസം ശ്രദ്ധിച്ചോണം. ദാറ്റ് ഈസ് മോഡുലസ് a ² പ്ലസ് 2 × a.b plus modulus b ² This is a + b ² a² + 2ab + b² ഇവിടെ 2 × a.b എന്ന് എഴുതണമെന്ന് മാത്രം കേട്ടോ, അത്രയേ ഉള്ളൂ വ്യത്യാസം. പ്ലസ് b², ഇവിടെ എന്താണ്? c². ഓക്കെ, ഇവിടെ നമുക്ക് നോക്കിയോണം. വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സിംപ്ലിഫൈ ചെയ്യാതെ അപ്പുറത്തെ കൊണ്ടുപോകാം. ഇപ്പം നമുക്ക് ഇവിടെ സിംപ്ലിഫൈ ചെയ്യാം. 1 +
2 ഇൻറ്റു എ ഡോട്ട് ബി പ്ലസ് 1 ഈസ് ഈക്വൽ ടു 1 ക്യാൻസൽ. ഓക്കെ, കാരണം മോഡുലസ് എല്ലാം 1 അല്ലേ, അപ്പോൾ ഇത് 1 ആകും, ഇത് 1 ആകും, ഇത് 1 ആകും, ഒരു 1 വെട്ടിപ്പോയി, ബാക്കി ഇവിടുത്തെ 1 അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ദറ്റ് ഈസ് 2 ഇൻറ്റു എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു -1. ഓക്കെ, പ്ലസ് 1 അപ്പുറത്ത് പോയി, that is a dot b is equal to -1/2. What is a dot b formula? What is a dot b? എളുപ്പം ഓർത്തിരിക്കുക. a dot b modulus a into modulus b into cos theta. Okay, that is modulus a into modulus b into cos theta is equal to -1/2. മോഡുലസ് എയും മോഡുലസ് ബി എത്ര വെച്ചാണ്? 1കളാണ്. അപ്പോൾ ഇത് 1 ഇൻറ്റു 1 ഇൻറ്റു ആണ്. അപ്പോൾ ഈ രണ്ട് 1കളും എഴുതണ്ട, ബാക്കി ആര് മാത്രം എഴുതിയാൽ മതി? കോസ് തീറ്റ ഈക്വൽ ടു -1/2 കേട്ടോ. ഇത് രണ്ട് 1കളായി പോയി. ഓക്കെ, കോസ് തീറ്റ -1/2. കോസ് തീറ്റ 60 ആയിരുന്നെങ്കിൽ 1/2. കോസ് തീറ്റ -1/2 ആണെങ്കിൽ വാട്ട് ഈസ് തീറ്റ? ആൻസർ ഈസ് 120 ഡിഗ്രി. ഓക്കെ, കോസ് 120 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയാണ്? -1/2. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 120. ഓക്കെ, നല്ല ക്വസ്റ്റ്യനാണ്, അടിപൊളി ക്വസ്റ്റ്യനാണ്. മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒരു ലൈക്കൊക്കെ തന്നുകൊണ്ട് മുന്നോട്ട് നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനൊക്കെ എനേബിൾ ചെയ്തിടുക. ഇനിയും ക്ലാസ്സുകൾ ഇതേപോലെ വരും. ഗുഡ് ബൈ.